ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സന്ദിഗ്ധ വർത്തമാൻകാലാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇത് വർത്തമാൻകാലിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെയും ലാസ്റ്റത്തെയും ഡിവിഷനാണ് സന്ദിഗ്ധ വർത്തമാൻകാൽ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വർത്തമാൻകാലിൻ്റെ ആദ്യത്തെ ഡിവിഷനായ സാമാന്യ വർത്തമാൻകാൽ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. രണ്ടാമത് നമ്മൾ നോക്കിയത് താൽക്കാലിക വർത്തമാൻകാൽ, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഇന്ന് അതായത് മൂന്നാമത്തെ ഡിവിഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് സന്ദിഗ്ധ വർത്തമാൻകാൽ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സന്ദിഗ്ധ വർത്തമാൻകാൽ എന്ന് നമുക്ക് നോക്കാം. സന്ദിഗ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം അഥവാ നമ്മുടെ ഒരു അനുമാനം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നമുക്ക് ഉറപ്പില്ല ഇപ്പോൾ ഇത് നടക്കുവാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. അത്തരം വർത്തമാൻകാലാണ് സന്ദിഗ്ധ വർത്തമാൻകാൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എന്ന് ചുരുക്കാം. സോ അത്തരം ഒരു കേസിൽ ഈ പുല്ലിംഗ സ്ത്രീലിംഗത്തിനനുസരിച്ച് ബഹുവചൻ, ഏകവചൻ, മീം, തും ഇതിനൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് ആ ടെൻസിൽ വരുന്ന വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കർത്താവ് പുല്ലിംഗ ഏകവചനാണെങ്കിൽ ആ ടെൻസിൽ ലാസ്റ്റ് ക്രിയാധാതുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്രിയയുടെ കൂടെ എന്ത് ചേഞ്ച് ആയിരിക്കും വരിക? ത ഹോഗ എന്നാണ് വരിക. ത ഹോഗ. ഓക്കെ ആണല്ലോ. ഇനി അതേസമയം അതൊരു പുല്ലിംഗ ബഹുവചനാണെങ്കിൽ അതിൻ്റെ കൂടെ, അതായത് പുല്ലിംഗ ബഹുവചൻ കർത്താവായി വരുമ്പോൾ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ക്രിയാധാതുവിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? ക്രിയാധാതു എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ആഡ് ചെയ്യുന്ന ക്രിയയുടെ കൂടെ എൻഡിങ്ങിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക? എന്തായിരിക്കും ആഡ് ചെയ്യുക? പുല്ലിംഗ ബഹുവചനാണെങ്കിൽ നമ്മൾ തേ ആണ് എന്ന് നമ്മൾ എവിടെ പഠിച്ചിരുന്നു? നമ്മൾ സാമാന്യ വർത്തമാൻകാലിൽ പഠിച്ചിരുന്നു. സോ തേ തന്നെയാണ് ഇവിടെയും വരിക. പിന്നെ എന്ത് വരും? ഹോ ഗേ എന്ന് വരും. ഹോങ്കേ എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ത തേ അതിനൊന്നും വ്യത്യാസം വരുന്നില്ല. ഇനി ഇവിടെ തീ വരും, അടുത്തതിനും തീ വരും, അതിനൊന്നും ഒരു ഡിഫറൻസും വരുന്നില്ല. ആകെ ഒരു വ്യത്യാസം വരുന്നത് ഹോഗ എന്നതിനാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ പുല്ലിംഗ സാമാന്യ വർത്തമാൻകാലാണിത്. ഇതിനകത്ത് താ ഹേ, തേ ഹേ, ഈ തായിൻ്റെ എല്ലാ ഫോംസ് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന സന്ദിഗ്ധ വർത്തമാൻകാലിലും വരുന്നത്. പക്ഷെ എന്താണ് ഡിഫറൻസ് വരുന്നത്? അവിടെ ഒരു ഹേ കാണുന്നുണ്ടല്ലോ. ഹേ എല്ലാം എന്തായി? ഹോഗ, ഹോഗെ അങ്ങനെയായി മാറുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ സാമാന്യ വർത്തമാൻകാൽ പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സന്ദിഗ്ധ വർത്തമാൻകാൽ പഠിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അതിലേക്ക് പോവാം. താ ഹോഗ, തേ ഹോങ്കെ. അപ്പൊ ഇനി സ്ത്രീലിംഗ ഏകവചനം എന്തായിരിക്കും വരിക? തി ഹോഗി എന്ന് വരും. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ കുറെ പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീലിംഗ പദത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? തി ഹോങ്കി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഈ ഒരു ആദ്യത്തെ ഈ 4 സെറ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ബാക്കി അടുത്ത 4 സെറ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ നോക്കിക്കോ. മെയിൻ പുല്ലിംഗ് ഞാൻ എന്ന വ്യക്തിയിൽ വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ് എങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ എന്ന രീതിയിൽ മേം എന്നതിൽ ആണ് തുടങ്ങുന്നത് എങ്കിൽ എന്തായിരിക്കും വരിക? പുല്ലിംഗ് ആണെങ്കിൽ എന്ത് വരും? നമ്മൾ കഴിഞ്ഞ തവണ സാമാന്യ പഠിച്ച പോലെ തന്നെ താ തന്നെയായിരിക്കും വരിക. അതുപോലെ തന്നെ മേം വരുമ്പോൾ ഹൂം വരും എന്നറിയാലോ. അപ്പോൾ ഹൂം എന്തായാലും വരും. പിന്നെയുള്ള ഗ അതുപോലെ കൊടുക്കുക. താ ഹൂങ്ക. അപ്പം മേം സ്ത്രീലിംഗാണെങ്കിലോ തായ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. സ്ത്രീലിംഗാകുമ്പോൾ തീ ആണ് വരിക എന്ന് പറഞ്ഞു. അത് അതുപോലെ ബാക്കിയുള്ളത് എന്താ? ഹൂങ്കയാണോ വരിക? അല്ല. എന്തായിരിക്കും വരിക? ഹൂങ്കി ആയിരിക്കും വരിക. സോ അത് പിടികിട്ടിയല്ലോ. ഇനി തുമ്മാണെങ്കിൽ എന്ത് വരും? നമുക്ക് നേരത്തെ അറിയാം. തായിൻ്റെ ഫോം നിങ്ങൾ പഴയ പഠിച്ചതുപോലെ തന്നെ വരും. എന്ത്? തേ വരും. ഇത് തായാണേ. തേ വരും. പിന്നെയോ ഹോ വരും. തും വരുമ്പോൾ ഹോ വരും എന്നറിയാം. ബാക്കി ഗ എന്താ? അതുപോലെ തന്നെ ഇട്ട് കൊടുത്തേക്കുക. ഹോഗ എന്ന് വരും. തും സ്ത്രീലിംഗാണെങ്കിലോ നമുക്കറിയാം തായിൻ്റെ ഫോമിന് ഒരു വ്യത്യാസമില്ല. സാമാന്യ പഠിച്ച പോലെ തന്നെ തീ തന്നെ വരും. അടുത്തതോ ഹോ എന്താണേലും വരും, കാരണം തുമ്മ് വരുമ്പോൾ ഹോ വരണമല്ലോ. പിന്നെയോ
ഗായ്ക്ക് എന്ത് കൊടുക്കുക? ഗീ ആക്കി കൊടുക്കുക. ഹോങ്കി ഐ. തീ ഹോങ്കി. ഇത് 8 നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ സെൻറ്റൻസ് ഫോർമേഷൻ വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പുല്ലിംഗ് ഏകവചൻ കർത്താവായി വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കർത്താവ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? കർത്താവ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അങ്ങനെ പുല്ലിംഗ് ഏകവചൻ സബ്ജക്റ്റായി വരുന്ന സമയത്ത് വെർബ്, അതായത് ക്രിയാധാതുവിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? താ ഹോഗ. അതായത് എൻഡിങ്ങിൽ, ഒരു സെൻറ്റൻസിന് എൻഡിങ്ങിലായിട്ട് എന്ത് വരും? താ ഹോഗ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഈ ക്രിയാധാതു ഒന്നും വേണ്ട, അത് വിട്ടേക്ക്. ഏറ്റവും ലാസ്റ്റ് എന്ത് വരും? താ ഹോഗ, തേ ഹോഗി എന്ന് വരും. എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഒന്നും കൂടെ നന്നായി നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. നമുക്കപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. സോ എക്സാമ്പിൾസിലേക്ക് കടക്കാം. എക്സാമ്പിൾ, ഒരു പുല്ലിംഗ് ഏകവചൻ ദിലീപ് ആയിക്കോട്ടെ. ദിലീപ് എന്താ ചെയ്യുന്നേ? ആ എന്ന് പറഞ്ഞാൽ വരിക. ആ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിംഗ് ഏകവചനം ആയതുകൊണ്ടാണ് ആ താ വന്നത് കേട്ടോ. ഇനി ആത്ത ഹോഗ. ദിലീപ് എന്ത് ചെയ്തിട്ടുണ്ടാവും? വന്നിട്ടുണ്ടാകും. ദിലീപ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ദിലീപ് വന്നിട്ടുണ്ടാകും. അടുത്തത് ബച്ചേ. ബച്ചേ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ. ഗേൽത്തേ. ഇതിൻ്റെ അർത്ഥം എന്താ വരിക? ആൺകുട്ടികൾ കളിക്കുന്നുണ്ടാകും. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ അവിടെ പോയി നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അവർ കളിക്കുന്നുണ്ടാകും. ഇപ്പൊ പൊതുവെ കളിക്കുന്ന ടൈം ആയതുകൊണ്ടായിരിക്കും കളിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു കൺഫേം ആയിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക, അവർ കളിച്ചുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്. കളിക്കുന്നുണ്ടാകും, ഉണ്ടാകാതിരിക്കാം. കളിക്കുന്നുണ്ടാകും, അതിനാണ് പ്രോബബിലിറ്റി കൂടുതൽ. സോ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. എന്ത് കുട്ടികളാ? ബച്ചേ, ആൺകുട്ടികൾ. സോ പുല്ലിംഗ് ബഹുവചന ആയതുകൊണ്ടാണ് ഗേലിന്റെ കൂടെ തേ ഹോങ്കെ വന്നത്. ഇപ്പൊ പിടികിട്ടിയല്ലോ. ഇവിടെ ക്രിയ എന്താണ്? ഗേൽ എന്ന് പറഞ്ഞാൽ കളിക്കുക. അതായത് വെർബാണ് എന്ത്? ഈ പറയുന്ന ക്രിയ എന്ന് പറയുന്ന സംഭവം. അത് ഇവിടെ എന്താണ്? ഗേൽ. ദിലീപിന്റെ കേസിലോ ആ എന്ന് പറഞ്ഞാൽ വരിക. പിടികിട്ടിയല്ലോ. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ ലഡ്കി എന്ന് പറഞ്ഞ എന്താ? ഒരു പെൺകുട്ടിയേ ഉള്ളൂ കേട്ടോ, പെൺകുട്ടി. രോ എന്ന് പറയാൻ എന്താ? കരയ. അപ്പൊ പെൺകുട്ടി കരയുന്നുണ്ടാകും എന്നാണ് നമുക്ക് വരേണ്ടത്. അപ്പൊ എന്ത് ആഡ് ചെയ്യണം? ഏകവചനം ആയതുകൊണ്ട് തീ, രോത്തി. പിന്നെയോ ഹോക്കി. ഓക്കെ ആണല്ലോ. പെൺകുട്ടി കരയുന്നുണ്ടാവും. എനിക്ക് ഉറപ്പില്ല, ഞാൻ കാണുന്നൊന്നുമില്ല. പെൺകുട്ടി കരയുന്നുണ്ടാകും, അത്രേ ഉള്ളൂ. ഇനി പെൺകുട്ടികളാണെങ്കിലോ ലഡ്കിയോ രോത്തി ഹോങ്കി. അത് നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ? ലഡ്കിയോ രോത്തി ഹോങ്കി. സോ ഇതുവരെയുള്ള ഈ 4 എക്സാമ്പിൾസ് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി അടുത്ത മേം എന്നതിലേക്ക് നമുക്ക് കടക്കാം. മേം വരുമ്പോൾ എന്തായിരിക്കും വരിക? മേം എന്ത് വരും? ഘാത ഹോങ്ക. എന്തുകൊണ്ടാണ് താ ഹൂങ്ക വന്നേ? അതൊരു പുല്ലിംഗ് ഏകവചനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് തും വെച്ചിട്ട് വരുന്നതോ? ഇവിടെ സ്ത്രീലിംഗം ആകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഖാതി ഹൂങ്കി. ഓക്കെ ആണല്ലോ. എന്താ ആഡ് ചെയ്യണം? തീ ആഡ് ചെയ്യണം. തീ ഹോങ്കി എന്നത് ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അടുത്തത് ഇനി തും ക്യാ കർ ഇത് സ്ത്രീലിംഗം ആക്കണമെങ്കിലോ രഹി ഹോ കി. ഹോ വരുന്ന എന്തുകൊണ്ടാന്ന് പിടികിട്ടിയല്ലോ അല്ലേ?
മനസ്സിലായി എന്ന് കരുതുന്നു. സ്ത്രീലിംഗം ആക്കാൻ വേണ്ടിയാണ് രഹിയിലേക്ക് എത്തിയത്. മറ്റേത് ആൺകുട്ടികൾ എന്നാകണമെങ്കിൽ രഹയാണ്, പെൺകുട്ടികൾ എന്നാവണമെങ്കിൽ രഹി ആണ്. ആൺകുട്ടി എന്നാകണമെങ്കിൽ താ ഹോങ്ക. ഇനി പെൺകുട്ടി എന്നാകണമെങ്കിൽ തീ ഹോങ്കി. ഇതിപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. സന്ദിഗ്ധ വർത്തമാൻകാൽ വ്യക്തമായോ? ഇതോടുകൂടി നമ്മൾ വർത്തമാൻകാൽ അവസാനിക്കാം കേട്ടോ. കാരണം 3 എണ്ണേ ഉള്ളൂ. ഞാൻ ആദ്യം തൊട്ട് വർത്തമാൻകാലിലെ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറഞ്ഞു പോവാം. ഇത് നമ്മുടെ വർത്തമാൻകാലാണ്. വർത്തമാൻകാൽ, ഭൂതകാൽ, ഭവിഷ്യത് കാൽ. ഇതിനകത്ത് സാമാന്യ വർത്തമാൻകാലുണ്ട്, താൽക്കാലിക വർത്തമാൻകാലുണ്ട്, സന്ദിഗ്ധ വർത്തമാൻകാലും ഉണ്ട്. 3 വർത്തമാൻകാലുണ്ട്. ഓക്കെ ആണല്ലോ. അതിനകത്ത് ആദ്യത്തെ സാമാന്യ വർത്തമാൻകാലാണിത്. പുല്ലിംഗ ഏകവചനത്തിൻ്റെ കൂടെ താഹേ, പിന്നെ ബഹുവചനാണെങ്കിൽ തേഹേ, സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ തീഹേ, ബഹുവചനാണെങ്കിൽ തീഹേ. ഇനി മേം പുല്ലിംഗാണെങ്കിൽ താഹും, സ്ത്രീലിംഗാണെങ്കിൽ തീഹും. തും പുല്ലിംഗാണെങ്കിൽ താഹോ, സ്ത്രീലിംഗാണെങ്കിൽ തീഹു. ഓക്കെ ആണല്ലോ. സാമാന്യ വർത്തമാൻകാൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റൻസ്, ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പഴയ ക്ലാസ് പോയി കാണാം കേട്ടോ. അടുത്തത് താൽക്കാലിക വർത്തമാൻകാൽ, അതായത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് എന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ രഹാഹേ, രഹേഹേ, രഹീഹേ, രഹീഹൈ, രഹാഹും, രഹീഹും, രഹേഹോ, രഹീഹു. ഈ രീതിയിലാണ് പുല്ലിംഗ് ഏകവചനം മുതൽ തും സ്ത്രീലിംഗ് വരെ വരുന്നത്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇത് താൽക്കാലിക വർത്തമാൻകാലാണ്, അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് നമ്മൾ എക്സാമ്പിൾ നോക്കി, അതിനകത്ത് കുറച്ച് പുതിയ വേർഡ്സുകൾ നമ്മൾ നോക്കിപ്പോയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്? സന്ദിഗ്ധ വർത്തമാൻകാൽ. അതിനകത്ത് എന്താ പഠിച്ചേ? പുല്ലിംഗ ഏകവചനം താ ഹോഗ, ഒരു ഹോഗയാണ് വരുന്നത്. തായുടെ ഫോം സാമാന്യ വർത്തമാൻകാലിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അത് പഠിച്ച് ഇതും തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി അവിടെ സാമാന്യ വർത്തമാൻകാലിൽ ഹേ ആണ് ലാസ്റ്റ് വരുന്നത്, ഇവിടെ എന്താ? ഹോഗ എന്നാണ്. പക്ഷേ മേം വരുമ്പോൾ എന്താ വരിക? ഹൂങ്ക ആകും. തും വരുമ്പോഴോ ഹോഗ എന്ന് തന്നെയാകും. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളും പഠിച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ പുതിയ വാക്കുകൾ എന്തെങ്കിലും പഠിച്ചു ഇതിനകത്ത്? ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വരിക എന്നാട്ടോ. ഗേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കളിക്കുക. ഇനി പുതിയതൊന്നുമില്ലല്ലോ. രോ കരയുക എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാലും ഒന്നും കൂടെ ആഡ് ചെയ്തേക്കാം. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്? ഗ എന്ന് പറഞ്ഞ് പാടുക. കർ എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഇതൊക്കെ കർ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. സോ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർത്തമാൻകാൽ 3 പോർഷനുള്ള വർത്തമാൻകാൽ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതോടെ വർത്തമാൻകാലിൻ്റെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ക്ലാസ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഭൂതകാലാണ് കേട്ടോ. സോ അടുത്ത ഭൂതകാൽ ആ ഒരു സെഷനിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പഠിക്കാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.